മുപ്പതുകളിലേക്ക് കടക്കുന്ന ഒരു സ്ത്രീ തിരിച്ചറിവുകളുടെ ഒരു കലവറയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകും. അന്ന് വരെ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും വെറും പൊട്ടത്തരമാണെന്നുള്ളത് ബോധ്യപ്പെടും. പക്ഷെ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്തു പോകുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ തിരിച്ചറിവുകളൊക്കെ മുപ്പതുകളിലേക്ക് കടക്കുന്നതിന് ഒരു 3-4 കൊല്ലം മുന്നേ ഉടലെടുത്തെങ്കിലും അതിൽ പലതും സ്വീകരിക്കാനും പ്രാബല്യത്തിൽ വരുത്താനും 30 വയസ്സ് ആകേണ്ടി വന്നു. ഉണ്ടായ തിരിച്ചറിവുകളിൽ നിന്ന് വേണ്ടതൊക്കെ സ്വയം ഉൾക്കൊണ്ട് നടപ്പിലാക്കിയ, ഇപ്പോഴും നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനൊരു കാര്യം പറയട്ടെ. 20കളിലെ എന്നേക്കാൾ 30ലേക്ക് കടക്കുന്ന എനിക്ക് ഒരു 100 വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാലം എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പലരോടും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത്. നമുക്ക് 20കളിൽ ഉണ്ടായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ മാറി ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ നമുക്ക് നോ അല്ലെങ്കിൽ വേണ്ട എന്നൊരു വാക്ക് പറയാൻ ഭയങ്കര മടിയായിരിക്കും. ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രായമാകുമ്പം അങ്ങനെ ഒരു പേടിയേ ഇല്ല. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യും. പിന്നെ നമുക്ക് 20കളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആവേശവും കാര്യങ്ങളൊക്കെ 30കളിൽ പക്വതയിലേക്കും സ്ഥിരതയിലേക്കും വഴിമാറുന്നുണ്ട്. സ്വയം എന്താണെന്നും എങ്ങനെയെല്ലാമാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കിടയിൽ രൂപപ്പെടുന്നതായിരിക്കും. എല്ലാത്തിലും ഉപരി സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും മുൻഗണന നൽകി നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 30കളിലേക്ക് കടക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ഒട്ടുമിക്ക സ്ത്രീകളുടെ കേസിലും ഇത് ശരിയാവാനാണ് സാധ്യത കൂടുതൽ. എനിവേ, ഈ ഒരു ഏജിലേക്ക് കടക്കുന്ന എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് ഞാൻ പറയട്ടെ. ഒരുപാട് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അതിൽ ഏറ്റവും വലിയ തിരിച്ചറിവാണ് അന്ധമായ സ്നേഹം അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്കുണ്ടായ തിരിച്ചറിവ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. സോ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.